ചെങ്കോട്ട സ്ഫോടന കേസ് അന്വേഷിക്കുക NIA ADG വിജയ് സാക്കറുടെ നേതൃത്വത്തിലുള്ള 10-അംഗ സംഘം ഡൽഹി ജമ്മു കശ്മീർ പോലീസിൽ നിന്ന് കേസ് ഫയലുകൾ NIA ഏറ്റെടുക്കും. പി ബസന്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബസന്ത്, ആദ്യ മണിക്കൂറുകളിൽ തന്നെ NIA സ്ഥലത്തേക്ക് എത്തിയതാണ്. ഇപ്പോൾ ഔദ്യോഗികമായി കേസ് ഏറ്റെടുക്കാൻ പോവുകയാണ്. ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള അന്വേഷണം? ആര്യ, ഇപ്പോൾ 10-അംഗ സംഘത്തെയാണ് NIA രൂപീകരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നതിന് കഴിഞ്ഞ ദിവസം NIAയുടെ ഫോറൻസിക് സംഘം ഇവിടെ വന്ന് പരിശോധന നടത്തി പ്രാഥമിക റിപ്പോർട്ട് നൽകിയതിനെ തുടർന്നിട്ടാണ് ഇപ്പോൾ NIA ഔദ്യോഗികമായി കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുന്നത്. കേരള കേഡർ IPS ഉദ്യോഗസ്ഥരായിരുന്ന വിജയ് സാക്കറെ, അതായത് ഇപ്പോൾ NIAയുടെ ADG ആണ് വിജയ് സാക്കറെ അടങ്ങുന്ന 10-അംഗ സംഘമായിരിക്കും ഈ അന്വേഷണം നടത്തുക. അതായത് ചെങ്കോട്ടയ്ക്ക് സമീപം കാർ ബോംബ് സ്ഫോടനം അന്വേഷിക്കുന്നത് വിജയ് സാക്കറയുടെ കൂടി അംഗത്വമുള്ള 10-അംഗ സംഘമായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ NIA ഔദ്യോഗികമായി അറിയിക്കുന്നത്. NIA ജമ്മു കാശ്മീർ പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ ഹരിയാന പോലീസിൻ്റെയും ഡൽഹി പോലീസിൻ്റെയൊക്കെ കൈവശമുള്ള എല്ലാ ഇതുമായി ബന്ധപ്പെട്ട കേസ് ഫയലുകൾ ഏറ്റെടുക്കാനും ഇപ്പോൾ NIA തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കാനാണ് NIAയുടെ നീക്കം. അതേസമയം ഏറ്റവും സുപ്രധാനമായ മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നത്, കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ച കാറിനോടൊപ്പം 2 കാറുകൾ കൂടി ഈ ഫരീദാബാദിലെ ടെറർ മോഡ്യൂൾ, അതായത് ഭീകര സംഘം വാങ്ങിച്ചിരുന്നു എന്നൊരു സംശയം ഇപ്പോൾ അന്വേഷണ സംഘങ്ങൾക്കുണ്ട്. അതായത് പ്രാഥമിക അന്വേഷണം നടത്തിയ ഡൽഹി പോലീസിനുണ്ട്. ഈ വിവരം ഇപ്പോൾ കൈമാറിയിട്ടുമുണ്ട് NIAക്ക്. അതായത് 2 കാറുകൾ കൂടി വാങ്ങിച്ചിരുന്നു എന്നുള്ളൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കാറുകൾ കണ്ടെത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. ഇത്തരത്തിലൊരു സംശയം കഴിഞ്ഞ ദിവസം തന്നെ ഡൽഹി പോലീസ് വൃത്തങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് ഈ ഒരു കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇനി കൂടുതൽ കാറുകൾ ഇതുമായി ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറുകൾ ഡൽഹിയിൽ മറ്റെവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ സംശയങ്ങളൊക്കെ തന്നെ ഉയർന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ 2 കാറുകൾ കൂടി വാങ്ങിയതായുള്ള ഒരു സംശയം ഇപ്പോൾ വരുന്നത്. അതായത് മറ്റു 2 കാറുകൾ കൂടി ഇവർ ഈ ഫരീദാബാദിലെ ടെറർ മോഡ്യൂൾ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ബോംബ് സ്ഫോടനത്തിൽ തകർന്ന കാറും ഇതുപോലെ ഒരു കാർ ഷോറൂമിൽ നിന്ന് വാങ്ങിയതാണ്. സെക്കൻഡ് ഹാൻഡ് കാർ വിൽപ്പന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയിട്ടാണ് 29-ന് വാങ്ങിയാണ് ഡോക്ടർ ഒമർ മുഹമ്മദ് അത് ഓടിച്ച് ചെങ്കോട്ടയിൽ കൊണ്ടുവന്ന് സ്ഫോടനം നടത്തിയത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ 2 കാറുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ സജീവമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഈ സംഘാംഗങ്ങൾ, അതായത് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെയും അവരുടെ ആ സംഘാംഗങ്ങളുടെ കോൾ ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ മറ്റ് രേഖകളും ഒക്കെ തന്നെ ഇപ്പോൾ വലിയ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മറ്റു വിവരങ്ങൾ വരുന്നത്, കഴിഞ്ഞ ദിവസം ചെങ്കോട്ടയിൽ നടന്ന ബോംബ് സ്ഫോടനത്തിന് മുമ്പ് ഈ ഒമർ മുഹമ്മദ് പരിഭ്രാന്തിയിൽ നടത്തിയ ഒരു സ്ഫോടനം എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം പുറത്തുവിടുന്ന വിവരങ്ങൾ. അതായത് ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കരുതിക്കൂട്ടിയുള്ളൊരു സ്ഫോടനം നടത്താനായിരുന്നു പദ്ധതിയെങ്കിലും തൻ്റെ കൂട്ടാളികളെ പിടിയിലാവുകയും സ്ഫോടക വസ്തു ശേഖരം കണ്ടെത്തുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ അവിടെ നിന്നും പുലർച്ചെയാണ്, അതായത് ഈ ബോംബ് സ്ഫോടനം നടന്നതിൻ്റെ അന്ന് പുലർച്ചെയാണ് ഫരീദാബാദിൽ നിന്നും ഒമർ മുഹമ്മദ് രക്ഷപ്പെട്ടത്. ആ കാറുമായി 7 മണിയോടുകൂടി ആണ് ബദർപൂരിലെ അതിർത്തി കടന്ന് ഡൽഹിയിലേക്ക് വരുന്നത്. അന്ന് പകൽ ഏകദേശം 3 മണിവരെ നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം തന്നെ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ITO അടക്കമുള്ള സ്ഥലങ്ങൾ, കൊണാട്ട് പ്ലേസിൽ അത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന റെസിഡൻഷ്യൽ മേഖലയായ മയൂർ വിഹാറിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ സഞ്ചരിച്ച ശേഷമാണ് റെഡ് ഫോർട്ടിലേക്ക് വരുന്നത്. ചെങ്കോട്ടയിലെ സുനേരി മസ്ജിദിൻ്റെ പാർക്കിങ്ങിലാണ് ഇത് കാറ് പാർക്ക് ചെയ്തിരുന്ന 3 മണിക്കൂർ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരം. അവിടെ നിന്നും പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഈ സ്ഫോടക വസ്തുക്കൾ എവിടെയെങ്കിലും ഉപേക്ഷിക്കാനുള്ള നീക്കമോ മറ്റെന്തിനോ പോകുന്നതിനിടയിലാണ് കാറ് അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുന്നത്. അതിന് പോലീസ് പറയുന്ന 2 കാരണങ്ങളാണ്. ഈ കാറ് കരുതിക്കൂട്ടി ഏതെങ്കിലും ഒരു വാഹനത്തിൻ്റെ നേർക്ക് ഇടിച്ച് കയറ്റിയിട്ടില്ല. അത് റെഡ് ലൈറ്റിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു ഘട്ടത്തിലാണ് ഇത് പൊട്ടിത്തെറിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് പൂർണ്ണമായും വികസിച്ച ഒരു ബോംബായിരുന്നില്ല ഒമർ മുഹമ്മദിൻ്റെ കൈവശമുണ്ടായിരുന്നത് അല്ലെങ്കിൽ കാറിലുണ്ടായിരുന്നത്. അത് ട്രിഗർ ചെയ്യപ്പെടുകയായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോൾ അന്വേഷണ സംഘം പങ്കുവെക്കുന്നത്.